അത് ഏറ്റവും രസകരമായിട്ട് എന്താണ്, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് SNDP യോഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം, കാരണം കേരളത്തിൽ ജനങ്ങൾ കാണുന്നവരല്ലേ, അവർ മനസ്സിലാക്കിക്കോളും. തീർച്ചയായിട്ടും ആണല്ലോ. കാര്യം ആ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള തള്ളി പറയുക എന്നുള്ളതല്ല. എന്താ അതിനെപ്പറ്റി പറയാൻ പറ്റുക? അല്ല, SNDP യോഗം NSS ഒരുമിച്ച് പോകണമെന്നുള്ള ഞങ്ങളുടെയൊക്കെ പണ്ട് മുതലുള്ള സ്റ്റാൻഡാണെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഇപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആ രണ്ട് സമുദായം ഒറ്റക്കെട്ടായി പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനകത്ത് എന്ന് ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നത് അത് വരാൻ വേണ്ടി പോകുന്ന കാര്യമില്ല, അതൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. ഇപ്പം SNDP NSS തമ്മിലെടുപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, അതല്ലാതെ ഇതിന് മുമ്പും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. അതാണ് വേണ്ടത്, അല്ലാതെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. നായാടി മുതൽ നമ്പൂതിരി വരെ ഐക്യമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമെന്നാണ്. അതെ, ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ. ഓരോ അഭിപ്രായം കാലഘട്ടത്തിനനുസരിച്ച് മാറും. ഇപ്പം എവിടുത്തെ പറയുന്ന നായാടി മുതൽ പിന്നെ നസ്രാണി വരേണ്ട ഐക്യം SNDP യോഗത്തിൻ്റെ കൗൺസിൽ എടുത്തിട്ടുള്ള SNDP യോഗത്തിൻ്റെ ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം SNDP യോഗം ജനറൽ സെക്രട്ടറി നടപ്പിലാക്കുന്നത്, അതിനകത്ത് ഒരു തെറ്റുമില്ല. അത് വേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആര് വേണ്ട അധികാരത്തിൽ അത് ഇലക്ഷൻ കഴിയുമ്പോൾ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ LDF അധികാരത്തിൽ വരുമെന്നോ ഇല്ല UDF അധികാരത്തിൽ വരുമെന്നോ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പലയിടത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ പല സമയത്ത് ഓരോ സമയത്ത് അഭിപ്രായം പറയും. അതിനകത്ത് ഞാനോട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പുതിയ ഇത്തരം ചർച്ചകളെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ എങ്ങനെയാണ് BDJS നോക്കുകയാണ്, NDA നോക്കുകയാണ്? അല്ല, പിന്നെ മുസ്ലിം ലീഗുമായിട്ട് ജമാഅത്തെ ഇസ്ലാമുമായിട്ട് എന്ത് ചർച്ചയാണ് ബന്ധപ്പെടുന്നത്? എന്ത് ചർച്ചയാണെന്ന് പറ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശരിയല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനം SNDP യോഗത്തിനും SNDSനും എത്ര എണ്ണം ഉണ്ട്? അതുപോലെ മലപ്പുറത്ത് മുസ്ലിം ലീഗിന് എത്ര എണ്ണം ഉണ്ട്? മുസ്ലിം ലീഗ് കൊടുത്തിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? അത് നിങ്ങളടുത്ത് എണ്ണി നോക്ക്. ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു തെറ്റുമില്ല. എന്താ തെറ്റുള്ളത്? കാര്യം ഈ പറഞ്ഞ ജാതി പറയുന്ന ആരാണ്? ഈ പറഞ്ഞ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ജാതി സംഘടന അല്ലെന്ന് എങ്ങനെ അവർക്ക് പറയാൻ കഴിയും? ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അവർ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം എന്താണ്? മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് അവർ എഴുതി കൊടുത്തിരിക്കുന്നത്, ഞങ്ങളാരും കൊടുത്തിട്ടുള്ളതല്ല. SNDP എന്ന് പറഞ്ഞാൽ ജാതി സംഘടന തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞങ്ങൾ SNDP ജനറൽ സെക്രട്ടറി സമുദായ നേതാവ് തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗ് അതല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ എന്താ പറയുന്നത്, ഒരു മതേതര പാർട്ടി എന്ന് പറയുകയും മതപ്പാർട്ടിയായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അത് സത്യാവസ്ഥ ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്ത് തെറ്റാണുള്ളത്? അത് തെറ്റുമില്ല. ഒരു രാഷ്ട്രീയ താല്പര്യമില്ല. ഉള്ള കാര്യം തുറന്നു പറഞ്ഞല്ലേ. കാര്യം മലപ്പുറത്ത് നിങ്ങളൊന്ന് എണ്ണി നോക്കി, അവിടുത്തെ MLA-മാരും MP-മാരും അവിടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എണ്ണി നോക്കി എത്ര മറ്റു സമുദായത്തിലുള്ള ആളുകളുണ്ട്? സത്യാവസ്ഥയല്ലേ അത്? മലപ്പുറം എന്നൊരു സ്ഥലം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയെ ആരും കൊച്ചൊക്കെ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കും അവരെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ സമുദായത്തിലുള്ള ആളുകൾക്കും പ്രാതിനിധ്യം കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്താ? ഒരു തെറ്റുമില്ല. ഇത് തന്നെയാണ് നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതും. കോഴിക്കോട് ഉണ്ടായിട്ടുള്ള മരണം ഉണ്ടായ സമയത്ത് പറഞ്ഞത് എന്താണ്? വിവേചനം കാണിച്ചു. കാര്യം പ്രത്യേക സമുദായത്തിലുള്ള ആളുകൾക്ക് ഗവൺമെൻറ് പണം കൊടുക്കുമ്പോൾ അതേ സമയത്ത് മറ്റു സമുദായത്തിലുള്ളവർക്ക് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിവേചനമാണ്. അതാണ് ഹൈക്കോടതി ഉൾപ്പെടെ പറയുകയും ചെയ്തത്. ഇത് രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനകൾ വളച്ചൊടിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരാ, അല്ല യോഗം അല്ല. BJPക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന വാലോ ചൂലോ ഒന്നുമല്ല SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഞങ്ങളുടെ സമുദായത്തിന്റെ നേതാവാണ്. അത് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറിയാ, അല്ലാതെ ഇവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ BJPയുടെ നേതാവല്ല. അത് മനസ്സിലാക്ക്. അദ്ദേഹത്തെ ഈ പറയുന്ന ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി അതാണ്. SNDP എന്ന് പറയുന്നത് നിങ്ങൾ ആ ബൈലോ എടുത്ത് വായിക്കേ. ആ ബൈലോയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഈഴവ തീയ ഈഴവാത്തി ബില്ലവ, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കുന്നതെന്ന് ഈ ഗുരുദേവൻ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച BDJS-നോ അല്ലെങ്കിൽ BDJS ഭാഗമായിട്ടുള്ള NDA മുന്നണിക്കോ വേണ്ടിയല്ല വെള്ളാപ്പള്ളി യോഗം ജനറൽ സെക്രട്ടറി ഒരു പാർട്ടിക്കും വേണ്ടിയിട്ട് വാലോ ചൂലോ അല്ല. ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം പറയുന്നത് സമുദായത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് ആ രീതി കണ്ടാൽ മതി. മറ്റൊരു കാര്യം, പറവൂരിൽ VD സതീശനെതിരെ രണ്ടാമത് വരുന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊരു ചർച്ച ഇപ്പോൾ BJP വൃത്തങ്ങൾ നടക്കുന്നത്. TP സെൻകുമാർ അടക്കമുള്ളവർ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെയാണ്? അത് എനിക്കറിയത്തില്ല. അറിയാമേ ഏതൊക്കെ അദ്ദേഹം BJP നേതാവല്ലല്ലോ. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ, അത് NDA മീറ്റിംഗ് കൂടി തീരുമാനിക്കും. VD സതീശനെതിരെ രൂക്ഷമായ വിമർശനമാണല്ലോ വെള്ളാപ്പള്ളിയുടെ. അത് ഏറ്റവും രസകരമായിട്ട് എന്താണ്, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് SNDP യോഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം, കാര്യം കേരളത്തിൽ ജനങ്ങൾ കാണുന്നവരല്ലേ,
അവർ മനസ്സിലാക്കിക്കോളും. വർഗീയ താല്പര്യമാണ് വി ഡി സതീശൻ ഉണ്ടായിരുന്നതെന്നാണ്. തീർച്ചയായിട്ടും ആണല്ലോ. കാര്യം ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ തള്ളി പറയുക എന്നുള്ളതല്ല എന്താ അതിനെപ്പറ്റി പറയാൻ പറ്റുക. അതിനകത്ത് സത്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്ന സമുദായ പാർട്ടി അല്ലേ അതേ സമുദായത്തിൻ്റെ നേതാവല്ലേ? ഏതോ രോമം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പുല്ലിയിരിക്കുന്നത്. ഈ പറയുന്ന ആളിൻ്റെ വേദിയിൽ പോയി നിന്നോട് പ്രസംഗിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ കാണേണ്ടത്? അതൊരു അർത്ഥമുള്ള കാര്യമല്ല. മറ്റൊരു വിഷയം ഈ എസ് രാജേന്ദ്രൻ BJP-യിൽ ചേർന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലാണല്ലോ ഉള്ളത്. ജില്ലയിൽ എവിടെയെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുമോ? അത് NDA മീറ്റിംഗ് കൂടി. കാര്യം അത് BJP-യിലല്ലേ ചേർന്നത്, അവരാണ് സീറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. NDA കാരണം BJP-യുടെ സീറ്റുകൾ BJP-യും പിന്നെ BDJS-ന്റെ സീറ്റുകൾ അവിടെ മത്സരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എസ് രാജേന്ദ്രൻ BDJS-ലാണ് ചേർന്നിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു നമ്മുടെ മത്സരിക്കുന്നില്ലായിരുന്നു. അദ്ദേഹം നമ്മുടെ BDJS-ലല്ല ചേർന്നുള്ളൂ, BJP-യിലാണ്. അത് BJP തീരുമാനിക്കും.